അല്ലേ? ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് എൻ്റെ വീട്ടിൽ ഇനിയും ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഒരു മൊമെൻറ്റോ കൂടെ വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ജോ ആണെങ്കിലും അരവിന്ദനാണെങ്കിലും ഒക്കെ ഞാൻ ഇവിടെയാണ് സക്സസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ് ഇപ്പോൾ തിരിച്ച് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ. ഗുരുവായൂരമ്പല നടയിലെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സാണ് E4 എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അവരുമായിട്ട് പിന്നെയും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മുകേഷ് സാർ, സാരായി ചേട്ടൻ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ. വിപിൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പറയണ്ടല്ലേ, വിപിൻ ചേട്ടൻ ജോത്സ്യനാണെന്ന് തോന്നുന്നു. പുള്ളി എല്ലാ സിനിമയും ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ സക്സസ് ആവും എന്ന് ഇത്രയും ഉറപ്പുള്ളൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പം ബേസിലായിട്ട് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും സംശയം പറഞ്ഞാൽ തന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടായി. ഇപ്പോൾ വാഴ റിലീസിന് മുന്നേ ഞാൻ ചോദിച്ചപ്പോഴും അതേ കോൺഫിഡൻസോട് കൂടി ആ സിനിമ സക്സസ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം ഇനി മുതൽ എല്ലാവരും മലയാള സിനിമയിൽ എല്ലാവരും സിനിമ എടുക്കുന്നതിന് മുന്നേ, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു നല്ലൊരു ഇതാണ്, നല്ലൊരു മനുഷ്യനാണ് ചേട്ടൻ. അപ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഫാമിലി ഫീലുള്ള സിനിമയാണ്. എല്ലാവരും ഈ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും നമുക്കൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവരുടെയൊക്കെ സന്തോഷിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. രാജേട്ടൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. സെറ്റിൽ ഞങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ പ്രൊമോഷൻസിനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അത്രയും സ്പോട്ടായിട്ട് ആ പ്രൊമോഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നു. ഞങ്ങൾക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് പോലും ചിരിച്ചു തന്ന് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന രാജേട്ടൻ ഒരുപാട് താങ്ക് യു. ബേസിലേട്ടൻ പോയാ വീട്ടിൽ പോയാ ബേസിലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര അടുപ്പം തോന്നുന്ന ആൾക്കാരോടാണ് നമുക്ക് ഏറ്റവും അധികം കളിയാക്കാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാൻ പറ്റുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും ഒരു സ്പോട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഇപ്പം വാഴ ബോയ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഗുരുവായൂരമ്പല നടയിൽ ബോയ്സ് എല്ലാവർക്കും, അവര് ഈ പറഞ്ഞത് നമുക്ക് കുറേ ദിവസം ഷൂട്ടിംഗ് സെറ്റിൽ ഈ എല്ലാ എന്റർടൈൻമെന്റും അവരാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അശ്വിൻ വന്നിട്ടില്ല, അശ്വിനുമുണ്ട് അവരുടെ കൂട്ടത്തില്. അനശ്വര എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരുമാണ് സെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഈ പറഞ്ഞതുപോലെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനിയത്തിക്കുട്ടിയാണ് അവള്. അപ്പോൾ അവളെ എനിക്ക് ഈ സിനിമയാണ് തന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. തിരിച്ചും എല്ലാവർക്കും ഈ സിനിമയിൽ വർക്ക് ചെയ്ത, ഞങ്ങളോട് വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ദീപു ചേട്ടൻ്റെ കൂടെ എനിക്ക് മൂന്നാമത്തെ സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞു, തിരിച്ചെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ജഗദീഷ് ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ, ബൈജു ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഋഷാദക്ക, കുഞ്ഞികൃഷ്ണ മാഷ്, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് നിഖില. പ്ലീസ് ബി ഓൺ സ്റ്റേജ്. അങ്ങനെ വിപിൻ ദാസിനെ മലയാള സിനിമയുടെ ഒഫീഷ്യൽ ജോത്സനാക്കി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അവാർഡ്സ് കൊടുക്കാനുണ്ട്. വി റിക്വസ്റ്റ്